ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോയാണ്. വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാട്ടോ. എളുപ്പം കുറഞ്ഞ സമയം കൊണ്ട് വൃത്തിയാക്കിയിടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മേശയിലെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് എന്തെങ്കിലും ക്ലീനിങ് ലോഷൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മേശ നന്നായിട്ട് തുടയ്ക്കുകയോട്ടോ ചെയ്യുന്നത്. ഞാൻ കുറച്ച് പുൽത്തൈലം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ തുടച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഡെറ്റോളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്ലീനിങ് ലോഷനുകളോ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് തുടയ്ക്കുവേ. അപ്പോൾ രാവിലെയും രാത്രിയുമാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അന്നേരമാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു കസാരയൊക്കെ ഇട്ടിട്ട് വാതുക്കലാണ് ഇരുന്ന് സാധാരണ ചോറുണ്ണുന്നത്. അപ്പോൾ ഞാൻ 2 നേരവും ഇതുപോലെ എന്തെങ്കിലും ക്ലീനിങ് ലോഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കും. അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഈച്ചയും പ്രാണിയൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ വരും കേട്ടോ. പിന്നെ അക്കുവിൻ്റെ റൂമൊക്കെ അക്കു തന്നെയാണ് വൃത്തിയാക്കുന്നത്. ഈ ഒരു സിങ്കിൽ റോസ് കളറിൽ കാണുന്നത് പാറ്റാ ഗുളിക കേട്ടോ. അത് ഇങ്ങനെ വീടിൻ്റെ പല ഭാഗത്തായിട്ട് ഇട്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് വാഷ് ബേസിൻ്റെ അടുത്ത് പോകുമ്പം അവിടെ തന്നെ ഹാൻഡ് വാഷ് ഇരിപ്പുണ്ടാവുമേ. അപ്പോൾ അത് 1-2 തുള്ളി ഒഴിച്ചിട്ട് ആ ഒരു സിങ്ക് അപ്പം തന്നെ അങ്ങ് പെട്ടെന്ന് കഴുകും. അത് അധിക സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കഴുകിയെടുക്കാമല്ലോ. അപ്പോൾ അതങ്ങനെ അഴുക്കായി ഇരിക്കത്തുമില്ല. പിന്നെ അക്കുവിൻ്റെ റൂമിൽ അവൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ബെഡൊക്കെ വിരിച്ചിട്ട് പുതപ്പൊക്കെ മടക്കിയൊക്കെ വെക്കും. അക്കുവിൻ്റെ റൂമിൽ ഞാൻ ക്ലീൻ ചെയ്യാൻ പോയാൽ അത് കാണുന്നില്ല ഇത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് പോയ സാധനമാണെങ്കിലും അവസാനം അത് എൻ്റെ തലയിൽ തന്നെ വന്ന് വീഴും. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് അവിടെ പോകാറില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതാണ് എൻ്റെ കട്ടില. അപ്പോൾ ഇതാണ് എൻ്റെ തുണി വെക്കുന്ന സ്ഥലം. ഇവിടെ പറഞ്ഞത് ഇത് ഇവിടെ ബുക്ക് വെക്കുന്ന സ്ഥലം, ഇവിടെ തുണി വെക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 2 ബെഡും ഉണ്ട്. കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിൽ കളിക്കുന്നൊരു ഫോണുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ അവളും വീഡിയോ എടുക്കുക. ഇതാണ് എൻ്റെ കട്ടിലെന്നോ എൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന ഇവിടെയാണെന്നും ബുക്കൊക്കെ വെക്കുന്ന ഇവിടെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നോട് ടി വി ഉണ്ടോയെന്നൊക്കെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ടി വി ഒന്നുമില്ല, പക്ഷേ ടി വി സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ടി വി ഒക്കെ പോയി. അപ്പോൾ ഈ സ്റ്റാൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനൊക്കെ പറ്റുന്നത് കൊണ്ട് നമുക്ക് വലിച്ച് അവിടെയൊക്കെ മാറ്റി എന്നും തൂക്കാനൊക്കെ പറ്റും. കുഞ്ഞിപ്പെണ്ണിൻ്റെ ബാഗും ബുക്കും ഒക്കെ ആ ഒരു ടി വി സ്റ്റാൻഡിലാണ് വെക്കുന്നത്. അത് ഞാനൊന്ന് തുടച്ചിട്ട് അവിടെ എല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് കിടക്കുമല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ എല്ലാം വലിച്ചു വാരി നിരത്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അടുക്കിയിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ അവൾ നിരത്തും. അങ്ങനെ അവിടുത്തെ പണികളും അടുക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞേച്ച് പിന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. അടുക്കളയിൽ ഈ ഒരു പേപ്പറൊക്കെ ഞാൻ 1 മാസം കൂടുമ്പോഴാണ് മാറ്റുന്നത്. അപ്പോൾ 1 മാസമായിട്ടുണ്ട്. അപ്പോൾ പേപ്പറൊക്കെ മാറ്റിയിട്ട് വേറെ പേപ്പറൊക്കെ വിരിച്ച് കുപ്പികളൊക്കെ അടുക്കിപ്പറക്കി വെക്കാൻ വേണ്ടി പോകുക. നമ്മൾ മുളകും മല്ലിയൊക്കെ വെക്കുന്ന പൊടികളൊക്കെ വെക്കുന്ന ഇങ്ങനെ ഒരു തട്ടിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ ഇടുവാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാട്ടോ. ഈ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതി, അല്ലാതെ അങ്ങനെ വേറെ അഴുക്കൊന്നും ഉണ്ടാവത്തില്ല. പച്ചക്കറി കൊട്ടയിൽ ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ടാണ് വെക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എള്ളുണ്ടയൊക്കെ എടുത്ത് കഴിച്ചു. പണിയൊക്കെ ചെയ്ത് ബോറടിക്കുകയും മടുത്തു പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടവേളകളൊക്കെ ആനന്ദകരമാക്കാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ വെച്ചേക്കുന്നതിൻ്റെ താഴെ ഒരു പഴയ പാത്രം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഞാനിപ്പോൾ ഒരു അടപ്പാണ് വെച്ചേക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വെച്ചേക്കുവാണെങ്കിൽ എണ്ണ വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് എണ്ണയിൽ ഒലിച്ചിട്ട് ആ ഒരു പേപ്പർ അഴുക്കാവില്ല, അങ്ങനെ ആവാതിരിക്കും. പിന്നെ നമ്മൾ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കുപ്പികളൊക്കെ തുടച്ച് വെക്കാം. അതല്ലെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞിട്ടാണേലും ഇതുപോലൊന്ന് കുപ്പികൾ ഒന്നിരാടനാണേലും ഒന്ന് തുടച്ച് വെക്കുവാണെങ്കിൽ അങ്ങനെ ഒരുപാട് അഴുക്കാവത്തില്ല. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന കുപ്പികൾ പ്രധാനമായിട്ട് മുളകും മല്ലിയും മഞ്ഞളും പഞ്ചസാര ചായപ്പൊടി കാപ്പിപ്പൊടി അതൊക്കെയാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും കൂടുതൽ അഴുക്കും ഒക്കെ ആവുന്നത്. അതൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ച് വെച്ചാൽ മതി. ഇന്നിപ്പോൾ ഉച്ചയായപ്പോൾ ചേട്ടായി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാട്ടോ ചോറ് കഴിച്ച്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഇടിയപ്പത്തിൻ്റെ ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരെണ്ണമായിട്ട് ഇങ്ങനെ അടച്ച് വെക്കണ്ടല്ലോ. അപ്പോൾ മോരുകറിയുണ്ട്, കുറച്ച് സാമ്പാറുണ്ട്. സാമ്പാർ 2 ദിവസം മുമ്പ് വെച്ചതാണ് കേട്ടോ. പിന്നെ ചായാമനസ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ചായാമനസ ചേട്ടായുടെ ഒരു കൂട്ടുകാരൻ തോരൻ കൊണ്ടുവന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അതുപോലെ കേട്ടോ ഞാൻ ഇന്ന് വെച്ചത്. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് തേങ്ങയും പെരിഞ്ജീരകവും കൂടെ ഒന്ന് ഒതുക്കിയിട്ടാണ് തോരൻ വെച്ചത്. നമ്മൾ ബാക്കിയൊക്കെ സാധാരണ വെക്കുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങയും പെരിഞ്ജീരകവും കൂടെ ഒതുക്കി വെക്കണം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പം ഇവർ കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കേട്ടോ ഭക്ഷണം കഴിക്കുന്ന. അന്നേരം കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുക്കാനുള്ളത് എല്ലാവരും കൊണ്ടുവരികയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് എന്നോട് പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ച് നോക്കുമ്പം ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവത്തില്ല.
വീഡിയോയും എടുക്കാറുണ്ട്. അപ്പോൾ ശരിയാവുന്നത് മാത്രം കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതേതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെരുംജീരകം ചതച്ചിട്ടിട്ട് ചായ മനസ്സ് തോരൻ വെച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും. അക്കുവിന് ട്യൂഷനുണ്ട് കേട്ടോ. അക്കു വന്നിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ശീലമാണ്. മാത്രം അടിച്ചൊക്കെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ അടിയാടെ പെരുജീരകം ഞാൻ കൂട്ടില്ല. എനിക്കിപ്പിടല്ലേ? എങ്ങനെയുണ്ട്? എനിക്ക് കഴിഞ്ഞിട്ടോ ഭയങ്കര ഇഷ്ടമായിട്ട് ചേട്ടാ കിട്ടിയപ്പോൾ വേട്ടെ. പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ പാചകത്തിലേക്ക് അരിഞ്ഞിടാതെ ഇതുപോലൊരു പാത്രത്തിലേക്ക് അരിഞ്ഞിടുവാണെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാനും കൊണ്ടക്കളയാനും ഒക്കെ എളുപ്പമല്ലേ. പിന്നെ കടുകൊക്കെ പൊട്ടിക്കുമ്പം സ്റ്റൗവിലൊന്നും എണ്ണ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടച്ച് വെച്ചാൽ മതി കേട്ടോ. തലേദിവസം ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കുന്നതുകൊണ്ട് എനിക്ക് രാവിലെ ചോറും കറിയൊക്കെ വെക്കുന്ന കൂടെ തന്നെ ഈ പാത്രം കഴുകാനും കൂടെ നേരം കിട്ടും കേട്ടോ. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെ അങ്ങനെ അധികം പാത്രമൊന്നും ഉണ്ടാവത്തില്ല കഴുകാൻ വേണ്ടിയിട്ട്. തലേദിവസം പിറ്റേ ദിവസത്തേക്ക് വേണ്ട പച്ചക്കറി അരിഞ്ഞും തേങ്ങ ചിരണ്ടിയൊക്കെ വെക്കുകയും പിന്നെ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ അടുക്കളയൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കിയൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. പിന്നെ പണികളും എളുപ്പം ചെയ്ത് വൃത്തിയാക്കി ഇടാൻ പറ്റും. പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുവാന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടെൻഷൻ വീടൊക്കെ വൃത്തിയില്ലാതെ കിടക്കുവാണെങ്കിൽ അതായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ടെൻഷൻ. വീടൊക്കെ ഇനി ക്ലീൻ ആക്കി എടുക്കണമല്ലോ, ഒരുപാട് പണിയുണ്ടല്ലോ, അതൊക്കെയല്ലേ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മളെന്നും ചെയ്യുവാണെങ്കിൽ വിരുന്നുകാർ വന്നാലും അല്ലെങ്കിലും എപ്പോഴും വീട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് എട്ടുകാലിയുടെ വലയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ അധികമൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് പെട്ടെന്ന് തൂത്ത് എടുക്കുകയും ചെയ്യാം. ഒരുപാടൊന്നും ഉണ്ടാവത്തുമില്ലല്ലോ. എന്തെങ്കിലും വയ്യാഴികയുള്ളവരും പിന്നെ ജോലിക്ക് പോകുന്നവരും കുഞ്ഞു മക്കളുള്ള വീട്ടിലെ അമ്മമാരും ഒക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ രാവിലെ ഒന്നിച്ച് എല്ലാ പണികളും കൂടെ ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെയും വൈകുന്നേരവും കൂടെ പണികൾ 2ആയിട്ട് തിരിച്ചിട്ട് അങ്ങനെ ചെയ്യാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. ഇവിടെ മുറ്റം തൂക്കലൊക്കെ ഞാൻ മിക്കവാറും വൈകുന്നേരം തന്നെയാണ്. ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ മഴക്കാലം അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കാൻ ഇറങ്ങും, കോഴിക്ക് തീറ്റയും പുല്ലും ഒക്കെ കൊടുക്കാൻ ഇറങ്ങും. ആ കൂടെയാണ് മുറ്റം അടിക്കലും. അപ്പോൾ വൈകുന്നേരം കുറച്ച് പണികളുണ്ടാവും അങ്ങനെ. നമ്മൾ തുണിയൊക്കെ അലക്കി വിരിക്കുന്ന കൂടെ തന്നെ വാഷിംഗ് മെഷീൻ ഒന്ന് തുടയ്ക്കുക, ഫ്രിഡ്ജ് ഒന്ന് തുടയ്ക്കുക, പിന്നെ മിക്സിയിൽ എന്തെങ്കിലും ഒന്ന് അരച്ചേച്ച് അത് അപ്പം തന്നെ തുടയ്ക്കുക. ഇതൊക്കെ 1 മിനിറ്റ് നേരത്തെ പണിയല്ലേ ഉള്ളൂ. പിന്നെ ഈ ജനലൊക്കെ തുടയ്ക്കലൊക്കെ നമുക്ക് ഒന്നിച്ച് ഇപ്പോൾ വീട്ടിലെ എല്ലാ ജനലുകളും തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് 2ഓ 3ഓ ദിവസമൊക്കെ ആയിട്ട് കുറേശ്ശെയായിട്ട് തുടച്ച് വൃത്തിയാക്കിയിടാം. പിന്നെ വീട് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ അത് പാത്രമായാലും ഡ്രസ്സുകളായാലും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹരിതകർമ്മസേന വരുമല്ലോ അവർക്ക് കൊടുക്കാം. കോട്ടൻ്റെ തുണികളൊക്കെ നമുക്ക് കൈക്കിളി തുണിയായിട്ട് എടുക്കാം. പിന്നെ ബാക്കിയുള്ള തുണികളൊക്കെ നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്ത് ഒഴിവാക്കാം. പരമാവധി വേണ്ടാത്ത സാധനങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പവുമാണ്, വീടൊക്കെ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കുന്ന ദിവസം വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് രാവിലത്തെ പണികളെല്ലാം തീർത്തിട്ട് ചോറും കറിയെല്ലാം വെച്ചിട്ട് നിൽക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും നേരം കിട്ടില്ല. എന്ത് ഫർണിച്ചറാണെങ്കിലും നമ്മൾ ഭിത്തിയോട് അടുപ്പിച്ചിടാതെ കുറച്ച് സ്ഥലം ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ നല്ല എളുപ്പം കേട്ടോ. എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ വല്ലപ്പോഴും നമ്മളതൊക്കെ വലിച്ച് നീക്കി അവിടെ എല്ലാം തൂത്തുവാരി തുടയ്ക്കുകയൊക്കെ വേണ്ടേ. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും തുടയ്ക്കാനും തൂക്കാനും ഒക്കെ പറ്റും. പിന്നെ കണ്ണാടികൾ ഒക്കെ ഞാൻ കുറച്ച് വിനാഗിരി വെള്ളത്തിലൊന്ന് ഒഴിച്ച് സ്പ്രേ ചെയ്താട്ടോ തുടയ്ക്കുന്നത്. നന്നായിട്ട് വെളുക്കും, നന്നായിട്ടൊരു തിളക്കം ഉണ്ടാവും. പിന്നെ ഈ അലമാരിയുടെ മുകൾ വശമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അലമാരിയുടെ മുകൾ വശത്തൊക്കെ നല്ലപോലെ അഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ ഈ പൊടിയുടെ അലർജിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറയും. ഫാനൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പൊടിയല്ലേ നമ്മുടെ പറന്ന് മൂക്കിലേക്കൊക്കെ കയറുന്നത്. ഇതൊക്കെ ഞാൻ ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല, പല ദിവസങ്ങളായിട്ട് കുറച്ച് സമയം മാത്രം എടുത്ത് ചെയ്ത കുറച്ച് പണികളാട്ടോ. ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടിരിക്കും. നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം പോലും വരത്തില്ല.
നമ്മൾ അടുക്കളയിൽ ചോറും കറിയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ ചെറിയൊരു പാത്രത്തിലാക്കി ഒതുക്കി ഒരു മൂലയ്ക്ക് വെക്കുവാണെങ്കിൽ അടുക്കള നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. എല്ലാം നിരന്ന് അങ്ങനെ വലിയ പാത്രത്തിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ആകുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. ഫുഡ് കളയുന്ന അത്ര നല്ല പരിപാടിയൊന്നുമല്ല, എന്നാലും വല്ലപ്പോഴും എന്തെങ്കിലും ഫുഡുകളൊക്കെ ബാക്കി വരുമ്പം അത് അന്നേരം കളയാൻ മടിയായിരിക്കും. അന്നേരം അത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കും. പിന്നെ ഫ്രിഡ്ജിൽ ഒന്നും വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ അതിങ്ങനെ ഓരോന്നോരോന്ന് മുകളിൽ വെച്ച് വേറൊന്നും വെക്കാൻ സ്ഥലമില്ലാതാവുമ്പോഴായിരിക്കും ഫ്രിഡ്ജ് നമ്മൾ വൃത്തിയാക്കുന്നത്. അന്നേരം കളയാൻ മടിയുള്ള ഫുഡ് ഒരാഴ്ച കഴിയുമ്പോൾ കളയാൻ ഒരു മടിയില്ല, അതുകൊണ്ട് കളയുകയും ചെയ്യും. പരമാവധി ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കുക. പിന്നെ ഫ്രിഡ്ജിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജും വൃത്തികേടാക്കാതിരിക്കുക. ഇന്നലെ നമ്മുടെ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞേ. നമ്മുടെ ഇവിടെ കുറേ നേരമായി കറണ്ട് പോയിട്ട്. പരിസരത്ത് ഒരിടത്തും കറണ്ടില്ല, മൊത്തം ഇരുട്ട്. ഇപ്പോൾ സമയം 8:15 8:45 ആയപ്പോഴാട്ടോ കറണ്ട് വന്നേ. ചേട്ടാ അവിടെ നിൽപ്പുണ്ട്, വെള്ളം ചൂടാക്കുക. ചേട്ടേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.